തിരുനാവായയിൽ നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം ഇന്ന് 4-ാം ദിവസം. ഭാരതപ്പുഴയിൽ നിളാസ്നാനം ആരംഭിച്ചു. പാലക്കാട് നിന്നും ആരംഭിച്ച വിശുദ്ധ രഥയാത്ര ഇന്ന് തിരുനാവായയിലെത്തും. മഹാമാഘ മഹോത്സവത്തിൽ ഇന്ന് വിവിധ യജ്ഞങ്ങളും കർമ്മങ്ങളും നടക്കും. ശിവദാസ് കന്മനത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം തിരുനാവായ ഭാരതപ്പുഴയിൽ അത് തുടരുകയാണ്. ജനുവരി 18-നാണ് കുംഭമേള ആരംഭിച്ചത്. വ്യത്യസ്ത പരിപാടികളും ചടങ്ങുകളും ഒക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഈ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിള ആരതിയും അതോടൊപ്പം തന്നെ നിള സ്നാനവുമാണ്. ഈ ഒരു സമയത്ത് മാഘമക നാളുകളിൽ ഇങ്ങനെ ഒരു സ്നാനം നടത്തുന്നത് അത് പുണ്യം ആണ് എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് ഈ സമയത്ത് ഇവിടേക്ക് നിള സ്നാനത്തിന് വേണ്ടി എത്തുന്നത്. നിള എന്ന് പറയുന്നത് പുണ്യ നദി കൂടിയാണ്. ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു നദി കൂടിയാണ്. ഗംഗയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ നിള വളരെ പുണ്യ നദിയായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഇവിടെ നിളാസ്നാനം നടത്തുക എന്നുള്ളത് ഒരു പുണ്യകർമ്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാഘമക മഹോത്സവത്തിന്റെ സമയത്ത് ഇത്തരം ഭക്തർ ഇവിടേക്ക് നിളാസ്നാനത്തിന് വേണ്ടി എത്തുന്നത്. ഇന്ന് അത്തരത്തിലുള്ള നിളാസ്നാനമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഭക്തർ ഇവിടേക്ക് എത്തി നിളാസ്നാനം നടത്തി അവർ മടങ്ങി പോകുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഈ മാഘമക മഹോത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ഭക്തർ പല ഇടങ്ങളിലും ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് അവർ ഈ നിളാസ്നാനം നടത്തുന്നു. അതോടൊപ്പം തന്നെ നിള ആരതി കണ്ട് വീക്ഷിച്ച് അവർ മടങ്ങുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പൂജകളാണ് ഈ മാഘമക മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 18-ന് ആരംഭിച്ച ഈ മാഘമക മഹോത്സവം ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കും. 15 ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ മാഘമക മഹോത്സവം ഇതിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികൾ, പൂജാ കർമ്മങ്ങളും അതോടൊപ്പം തന്നെ മറ്റു സാംസ്കാരിക പരിപാടികളൊക്കെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായ ജൂന അഖാഡയിലുള്ള സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഉത്തരേന്ത്യയിലടക്കം നടക്കുന്ന വ്യത്യസ്തമായ വിശിഷ്ട പൂജകളടക്കം ഇതിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഭാഗമായി തന്നെ നടക്കുന്നുണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ പ്രഭാതം മുതൽ രാത്രി വരെ, അർദ്ധരാത്രി വരെ നീളുന്ന തരത്തിലുള്ള പൂജാകർമ്മങ്ങളും വിവിധ ചടങ്ങുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികൾ ഉണ്ട്. 19-ാം തീയതിയാണ് ഈ മഹാമാഘമക മഹോത്സവത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. അത് കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത് വൈകിട്ട് നടക്കുന്ന നിള ആരതിക്കാണ്. നിള ആരതി വീക്ഷിക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തുനിന്ന് അടക്കം നിരവധി ഭക്തർ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സന്യാസിമാരും കേരളത്തിന് പുറത്തുനിന്നുള്ള വിവിധ സന്യാസിമാർ എത്തുന്നുണ്ട്. വിവിധ പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ നിള ആരതി നടക്കുന്നത്. എന്തായാലും നിള സ്നാനത്തിനും ഇപ്പോൾ ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം നടക്കുന്ന തിരുനാവായയിൽ നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇന്നിപ്പോൾ കുംഭമേള 4-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. പാലക്കാട് നിന്നും ആരംഭിച്ച വിശുദ്ധ രഥയാത്ര ഇന്നിപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് എത്തുകയാണ്. ശിവദാസാണ് അവിടെ നിന്നും ചേർന്നത്. ഇനി